കണ്ണൂരിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്കെതിരെ പ്രതിഷേധമുണ്ടായി. നഗരത്തിൽ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. സംഭവത്തിൽ 3 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇന്ന് സംസ്ഥാനം ഒട്ടാകെ കണ്ടത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. കണ്ണൂരിൽ അത് ഗവർണർക്കെതിരായ പ്രതിഷേധമായി മാറി. ഇപ്പോൾ ആരെയെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുന്നു? കൂടുതൽ നടപടികൾ എന്താണ്? അസ്മിത, സംസ്ഥാനത്തെ സർവകലാശാലകളെ RSS വലിക്കരിക്കുന്നു, ഗവർണർ RSS വലിക്കരിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു KSU പ്രവർത്തകരുടെ പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം കണ്ണൂർ നഗരത്തിൽ ഉണ്ടായത്. കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്നും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഘട്ടത്തിലായിരുന്നു ഈ കരിങ്കൊടി പ്രതിഷേധം. നഗരത്തിലെ താവക്കരയിൽ വെച്ചായിരുന്നു KSUവിൻ്റെ 3 നേതാക്കൾ ഈ ഗവർണർക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചത്. KSU ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അതുലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അവിടെ താവക്കരയിൽ വെച്ച് ഗവർണർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഇവർ പാഞ്ഞെടുത്തു. അതിനുശേഷം കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുകയായിരുന്നു. 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവരെ ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗവർണറുടെ കണ്ണൂർ സന്ദർശനത്തിനിടെ കടുത്ത പ്രതിഷേധമുണ്ടാകും എന്ന നേരത്തെ തന്നെ പോലീസിന് സൂചനയുണ്ടായിരുന്നു. SFI, KSU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകും എന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ അത്ര ശക്തമായ പ്രതിഷേധം മറ്റ് പ്രതിഷേധങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് ശേഷമോ ഉണ്ടായിട്ടില്ല. SFIയുടെ ഉൾപ്പെടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നെങ്കിലും ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ണൂരിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും KSUവിൻ്റെ പ്രതിഷേധം കണ്ണൂർ നഗരത്തിൽ തന്നെ ഗവർണർക്കെതിരെ ഉണ്ടായിരിക്കുന്നു. വലിയ സുരക്ഷാ വിന്യാസമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടായിരുന്നു KSU നേതാക്കൾ ഗവർണറെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത്. ശരി, ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച 3 KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്ന വിവരവും അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും നൽകുകയായിരുന്നു.